എല്ലാവർക്കും ദിവസം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണിൻ്റെ കൃഷ്ണി പോലെ നമ്മളായിരുന്ന ഇടങ്ങളൊക്കെയും ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പരിപാലിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, അവൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. 66-ാം സങ്കീർത്തനമാണ് നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന, താങ്ക്സ് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 66-ാമത്തെ സങ്കീർത്തനം കാണുവാനിടയായി തീരും. ആരാ എഴുതിയതിൻ്റെ ഹെഡിങ്ങിൽ കാണുന്നില്ലെങ്കിലും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് ഹല്ലേലൂയ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹല്ലേലൂയ, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. സർവ്വഭൂമിയുമായുള്ളവരെ അത് ദൈവത്തിന് ഘോഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അവൻ്റെ നാമത്തിന് മഹത്വം കീർത്തിപ്പീൻ. ഇന്ന് പൽക്കാലം ഞായറാഴ്ച കടന്നു വന്നത് ആരും വെറുതെ വായ അടക്കിയിരിക്കുവാനല്ല, ദൈവത്തെ എന്ത് ചെയ്യാനാ? സ്തുതിക്കുവാനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്പം മിനിറ്റുകളിൽ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുവാനുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത് സ്വീകരിക്കുവാനാണ് ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മൾ സ്തുതികളുടെ മേൽ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഒരു വിഗ്രഹത്തിന് മുൻപേ, ഒരു കല്ലിന് മുൻപേ അല്ല വന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും കുമ്പിടുകയും ചെയ്യുന്നത് സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, ഈ ലോകത്തെ മുഴുവൻ ഒരു വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തിന് മുൻപാകെ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ മഹത്വീകരിപ്പീൻ, അവന് സ്തുതി മഹത്വീകരിപ്പീൻ. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവസ്ഥനിൽ എത്രത്തോളം സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് കഴിയുമോ അത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അടുത്ത വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം നോക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ പ്രവൃത്തി എത്ര ഭയങ്കരം. ക്യാൻ യു റീഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ചിൽഡ്രൻസ്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, അവൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അല്പം മിനിറ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പുറകോട്ടിറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ അനേക പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതിന് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ ചെയ്ത പ്രവൃത്തികൾ, ഹല്ലേലൂയ, ഫ്യൂച്ചർ ചെയ്ത കാര്യങ്ങളിൽ, ഹല്ലേലൂയ, പുറകോട്ടിറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിടയാക്കി തീർത്തു. അടുത്തതിൽ ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികൾ, അനുഗ്രഹങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലികൾ, യാത്രകൾ, വാഹനങ്ങൾ ഒക്കെ നമ്മൾ കണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. 3-ാമത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ, ഇനി വരുവാനുള്ള കാര്യങ്ങൾ, പാസ്റ്റ് ഇനി വരുവാനുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ കണ്ണുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? കാണുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. വാക്യം പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അപ്രകാരമുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നേരോടെ വിശുദ്ധിയോടെ ആര് ദൈവത്തെ സേവിക്കുന്നുണ്ട്, അവൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ ദേശത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധക്കാരോ ചാർച്ചക്കാരോ നമ്മുടെ കൂടെ പഠിച്ചവരോ പലരും കാണാത്ത അനുഗ്രഹങ്ങളും നന്മകളുമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇത് അനുഭവിക്കുക
ദൈവത്തിന് സ്തുതികൾ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഇടയായി തീരണം. ഒന്നുമില്ലായ്മയിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഇത്രത്തോളം അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. അബ്രഹാമിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തിടത്തു നിന്ന് തന്നെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിൻ്റെ തലമുറ ദൈവം അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴികൾ എത്ര വിശാലമുള്ളതാണ്, അല്ലെങ്കിൽ എത്ര അഗാധമുള്ളതാണ് ദൈവത്തിൻ്റെ വഴികൾ. ഹല്ലേലൂയ, നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീരണം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. ദ വർക്ക് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വർക്ക് എത്ര വലിയവയാണ്, എത്ര വലുതാണ്. അത് നമ്മൾ എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ വിവരിക്കുവാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലുതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അതേ സങ്കീർത്തനത്തിൽ വീണ്ടും നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് കാണുവാനിടയായിത്തീരും. നമുക്ക് വായിക്കാം. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത് വന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആരാധനയ്ക്ക് ഭവനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി നമുക്ക് വിവരിക്കുവാനോ പാടുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ പറ്റത്തില്ല. അത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരണം. കോരഹപുത്രന്മാർ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ആരാധന സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെ തന്നെ മറന്ന് ദൈവസന്നിധി സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. പെട്ടകത്തിന് മുൻപാകെ ഹല്ലേലൂയ രാജാവെന്ന് ഓർത്തിട്ട് ഹല്ലേലൂയ പോയി അവൻ ഇരുന്നില്ല. ദാവീദ് എന്നറിയാമോ, അവിടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരുന്നത്. ഇവിടെ വായിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എന്ത് ചെയ്യണം? നോക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് മനുഷ്യപുത്രന്മാരുടെ അവൻ്റെ പ്രവൃത്തികൾ. അവൻ ഭയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ മറ്റൊരു ജീവജാലങ്ങളോടോ ഭൂമികളോടോ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമി ഉണ്ടാവട്ടെ എന്ന് വാക്കിനാൽ ഉളവായ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. മൃഗങ്ങളും സസ്യജാലങ്ങളും ഉളവാകട്ടെ എന്ന് തൻ്റെ വാക്കിനാൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ എന്തെന്നറിയാമോ, മണ്ണ് കൊണ്ട് തൻ്റെ സ്വന്തം കരം കൊണ്ട് നിർമ്മിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരോടുള്ള പ്രവൃത്തി ഇത് ഭയങ്കരമായ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഹ്യൂമൻ ബോഡിയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അത്ര ഭയങ്കരമായ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അത്ഭുതവും ഭയങ്കരവുമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 111-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Psalms 111 verse 2 and 3. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്ത പ്രവൃത്തികൾ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രവൃത്തികളല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയുടെ പ്രവൃത്തികൾ ഏതാണെന്നറിയാമോ? വലിയവയാണ്, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ളതാണ്, പവർഫുള്ളായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയാമോ? മഹത്വമുള്ളതും തേജസ്സുള്ളതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറിയുള്ള കാര്യമാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റാർക്കും ചെയ്യാത്ത അനേക പ്രവൃത്തികൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിടയായി തീരും. ഇസ്രായേൽ മക്കളെ വിളിച്ച് ചോദിച്ചു നോക്ക്, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മിസ്രൈം വിട്ട് അവരിറങ്ങി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തികൾ. ഹല്ലേലൂയ, സ്തോത്രം. മുൻപടിൽ ചെങ്കടലിൽ നിൽക്കുകയാണ്, റെഡ് സീ നിൽക്കുകയാണ്. അല്ല മുന്നോട്ട് പോകാനുള്ള വഴികളില്ല. ദൈവം അവർക്ക് വേണ്ടി ഇന്നറിയാമോ ഹല്ലേലൂയ സമുദ്രത്തിൻ്റെ ആഴത്തിലൂടെ പാതകളെ ഒരുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും ചെയ്യാത്ത പ്രവൃത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ശക്തന്മാരുടെ ഭോജനമാവുന്ന മന്ന അവർക്ക് വേണ്ടി ദൈവം വർഷിപ്പിക്കുവാനിടയായി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളത് ചിലത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? ദൈവത്തോട് അടുത്ത് വരുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി മറ്റവർക്ക് ഹല്ലേലൂയ ആർക്കും കൊടുക്കാത്തത് കാടപ്പക്ഷിയെ കൊടുത്ത് പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്ത് ഹല്ലേലൂയ ഓരോ ദിവസവും ദൈവമായ കർത്താവ് എന്നറിയാമോ അതിശയകരമായ വിധത്തിൽ അവരെ വഴി നടത്തുവാനിടയായി തീർന്നു. ഇവിടെ സംഘത്തിലെ കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ള പ്രവൃത്തിയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 77-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Psalms 77 verse 11. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ
ഓർത്തിട്ട് നമ്മൾ മൗനമായിരിക്കുവാനല്ല, അതിനെന്ത് ചെയ്യണം? വർണ്ണിക്കുവാനിടയായി തീരണം. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒതുക്കിയിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, പ്രവൃത്തികൾ ഹല്ലേലൂയ മറ്റുള്ളവരോട് വിവരിക്കുവാൻ, വർണ്ണിക്കുവാനിടയായി തീരണം. കഴിഞ്ഞ നാളുകൾ ഒന്നുമില്ലായ്മയിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന വിധങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് വർണ്ണിച്ച് കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരും, ദൈവകൃപ വർദ്ധിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുമാത്രമല്ല, പണ്ടത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുവാനിടയായി തീരും. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ് പണ്ട് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. കിലോമീറ്റർ ദൂരം ഹല്ലേലൂയ സഞ്ചരിച്ചാണ് സ്കൂളിൽ കടന്നു പോകുന്നത്. ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അനേക ബുദ്ധിമുട്ടുകളാണ് കടന്നുപോയത്. ഇപ്പോൾ ഈവനിങ്ങിൽ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി ആഹാരങ്ങൾ, പിസ്സയോ ബർഗറോ എന്ത് വേണമെങ്കിലും നമ്മൾ ഒരുക്കി വെക്കാറുണ്ട്. അന്നത്തെ കാലത്ത് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർക്ക് അവർക്ക് തന്നെ കഴിക്കാൻ ആഹാരമില്ലാത്തതുകൊണ്ട് ലിമിറ്റേഷൻ ഫുഡുകൾ മാത്രമേ ഉള്ളായിരുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെപ്പറ്റി വരുന്ന തലമുറയോട് നമ്മൾ പറയുവാനിടയായി തീരണം. ദൈവം ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ നമ്മൾ മറന്നു പോകുവാനിടയായരുത്. പുതിയ തലമുറയ്ക്ക് അവരിവിടെ ജീവിച്ചു വരുന്ന ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കളോട് പ്രത്യേകമായി ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മോശെ ത്രൂവിൽ, ഹല്ലേലൂയ, എന്തെന്നറിയാമോ? വരുവാനുള്ള തലമുറയോട് പഴയ കാര്യങ്ങളെ ഉപദേശിച്ച് അവരെ മനസ്സിലാക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ തലമുറകൾ വളർന്നു വരുമ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയും ഇവിടുത്തെ കാര്യങ്ങൾ, കാറും വാഹനവും ഫ്ലൈറ്റും ഒക്കെ അവർ കണ്ടിട്ടുള്ളൂ. ഒന്നുമില്ലാതെ പിതാക്കന്മാർ കടന്നു വന്ന ആ കഷ്ടതയുടെയും ഹല്ലേലൂയ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും കഷ്ടതയുടെയും കാര്യങ്ങളെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനിടയായി തീരണം. എങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാക്കുവാനിടയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 139 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം വായിക്കാം. Psalms 139 verse 14. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ദൈവം ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യണം? നല്ലതുപോലെ അറിയുവാനിടയായി തീരണം. പ്രൈസ് എന്നറിയാമോ? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ശാസ്ത്രത്തിനോ ഹല്ലേലൂയ ശാസ്ത്രജ്ഞന്മാർക്കോ കണ്ടുപിടിക്കുവാൻ കഴിയാതെ അനവധി കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഹല്ലേലൂയ സ്തോത്രം ബ്രെയിനിലൊക്കെയും അടക്കി വെച്ചിരിക്കുന്നത്. ഇച്ചിരി ഒന്ന് ബാലൻസ് തെറ്റിയാൽ മതി, നമുക്ക് നേരെ നടന്നു പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പല മനുഷ്യരും പെട്ടെന്ന് ഡിമെൻഷ്യ ബാധിച്ച് പഴയ കാര്യങ്ങളെ ഓർക്കാതെ മറന്നു പോകുന്നവരായിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കരവും അതിശയവുമായി ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയയുടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചാൽ ഞാൻ നിനക്ക് എന്നറിയാമോ സ്തോത്രം ചെയ്യുന്നു. പൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരണം. അത് മാത്രമല്ല, നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, വണ്ടറാകുന്നു. വണ്ടർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നമുക്ക് ചെയ്യുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഓരോന്നോരോന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനിടയായി തീരണം. ഒരിക്കലും നമ്മൾ നിഗളിച്ചു പോകുവാനിടയാകരുത്. അല്ലയോ, സ്വർഗത്തിലെ ദൂതനുണ്ടായത് അവർ നിഗളിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് മുഖാന്തരം അവർ വെട്ടി താഴേക്കിടുവാനിടയായി തീർന്നു. ഇന്ന് പൽക്കാലം നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ദൈവസ്ഥനിൽ താഴുവാനും വിനയപ്പെടുവാനും ഇടയായി തീരുമ്പോൾ അടുത്ത നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 8 വാക്യം നോക്കാം. Revelation chapter 19 verse 8. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായുള്ള വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വരുവാനുള്ള കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാനുള്ള കൃപ നമുക്ക് ദൈവ കൃപയാൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കൃപ എങ്ങനെ ലഭിച്ചെന്നറിയാമോ? ഏറ്റവും വലിയ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ ജീവന് ഹല്ലേലൂയ നമ്മുടെ പാപത്തിനുള്ള വിടുതൽ നൽകിയതാണ് ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യരാശി മുഴുവനും പാപത്തിൽ മാത്രമേ കഴിയത്തുള്ളായിരുന്നു. ഒരു വീണ്ടെടുപ്പിന് വേണ്ടി യേശു കർത്താവ് താണ്ട ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി തീർന്ന് ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെപ്പോലെ രോഗം ശീലിച്ചവനായി വളർന്നിട്ട്
ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. അതാണ് ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. ആ വലിയ പ്രവൃത്തി ദൈവം നമുക്ക് നൽകുവാനിടയായി തീർന്നു. ലോകത്തിലുള്ള അനേക ആൾക്കാരും ഗുരുക്കന്മാരും ഒക്കെ ജനിച്ചിട്ടുണ്ടെങ്കിലും അവരാരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നത്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരെന്തറിയാമോ, കൃപ ധാരാളം പെരുകുവാനിടയായി തീരും. ഇവിടെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വരുവാനുള്ള കാലത്ത് സംഭവിക്കാനുള്ള കാര്യമാണ്. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ശുഭമായിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ധരിപ്പാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. അതെന്നറിയാമോ, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. അടുത്തൊരു പ്രവൃത്തിയെപ്പറ്റി കാണുന്നതെന്നറിയാമോ, നീതി പ്രവൃത്തി. ഹല്ലേലൂയ. റൈച്ചസ്നെസ് ഇന്നുപോലെ കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനീതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനിടയായത്, ജോലി സ്ഥലത്താകട്ടെ യാത്രയിലാകട്ടെ, അല്ലെങ്കിൽ നീതി പ്രവൃത്തികൾ ചെയ്യുവാനിടയായി തീരണം. സ്വർഗത്തിൽ ദൈവം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നീതി പ്രവൃത്തികൾ കാണുവാനിടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കൂടെ ഉള്ളവരെ മറ്റുള്ളവരെ അനീതി ചെയ്യട്ടെ. അവിടെ പറയുന്നത് അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഞാനിതാ വേഗം വരുന്നെന്ന് കർത്താവ് പറയുവാനിടയായിത്തീരുന്നു. മറ്റുള്ളവർ അഴുക്കായിട്ട് അവരെ കൂടെ ചേർന്നിരിക്കുവാനല്ല, അവരൊപ്പം നടക്കുവാനല്ല. എന്ന് കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തികൾ ദൈവം കാണുന്നുണ്ട്. മനുഷ്യരാരും കാണത്തില്ല, മറ്റുള്ളവർ കാണത്തില്ല. എത്ര ചെയ്താലും എത്ര കൊടുത്താലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അറിയത്തില്ല. എന്നാൽ നമ്മുടെ നീതി പ്രവൃത്തി കാണുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിഭാഗിച്ച് അതിനൊക്കെ അനുഗ്രഹങ്ങളും നന്മകളും പകരുവാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചു, നമുക്ക് നൽകിയ ആയുസ്, അതായത് 70, 80, 100 എത്രയായിരുന്നാലും ആ ലൈഫ് ലോങ്ങിൽ എങ്ങനെ എപ്രകാരമായിരുന്നു നമ്മൾ ജീവിച്ചത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ വചനം വായിക്കുവാനിടയായി തീരണം. എല്ലാവർക്കും 24 മണിക്കൂറേ ദൈവം ഈ ലോകത്തിൽ കൊടുത്തിട്ടുള്ളൂ. ആ സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സമയത്ത് അത് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ കാര്യവും ആവശ്യമാണ്. അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദേഹം ഇവിടെ കിടക്കും, നമ്മുടെ ആത്മാവുണ്ടല്ലോ, അതുമാത്രമേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ നീതി പ്രവൃത്തികൾ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ പ്രവൃത്തികൾ എങ്ങനെയുണ്ടെന്ന് ദൈവം തൂക്കി നോക്കുവാനിടയായി തീരും. അതനുസരിച്ചാണ് തുടർന്നുള്ള ജീവിതം സ്വർഗത്തിൽ നമ്മൾ ജീവിക്കുവാനിടയായി തീരുന്നത്. ഈ ബൈബിൾ പ്രകാരം നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കുവാനിടയായി തീരും. ഇല്ല എങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, തീപ്പുകയിലേക്ക് തള്ളിയിടുവാനിടയായി തീരും. കെടാത്ത തീയ്, ചാവാത്ത പുഴു ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ദുഷ്ടന്മാർക്ക് കൂട്ടർക്കും വേണ്ടിയാണ്, പിശാചിന് വേണ്ടിയാണ് ദൈവം അത് ഒരുക്കി വെച്ചത്. ഒരു മനുഷ്യരെയും ദൈവം അതിലേക്ക് ഇടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ആണ് ഈ വചനം ദൈവം നമുക്ക് തന്നത്. അനേക ദൈവത്തിൻ്റെ ദാസന്മാർ ലോകമെമ്പാടും ഈ സുവിശേഷം അറിയിക്കുന്നത് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയുടെ ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ ലഭിക്കുന്ന ആയുസ് ഹല്ലേലൂയ ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ കാണുവാനിടയായി തീരും. ഇല്ല എങ്കിൽ നമ്മൾ കൈവിട്ടു പോകുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, 2 പേർ ഒരുമിച്ച് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ലോർഡ്. 2 പേർ വയലിൽ ഉഴുന്നുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ലോർഡ്. നമ്മൾ കൈവിട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായി തീരാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിളിയെ ഉറപ്പാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ വായിക്കുവാനിടയായി തരുന്നത് മരിച്ചവർ ആബാലവൃത്തം സിംഹാസനം മുൻപിൽ നിൽക്കുവാനിടയായി തീരും. ന്യായവിധിയുടെ സമയത്ത് വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൽ ജനിച്ച ആദാം മുതൽ അവസാന വ്യക്തി ആരെന്നറിയത്തില്ല, ആ വ്യക്തി വരെയും സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുവാനിടയായി തീരും. 1 പേർ 2 പേരല്ല. അതുകൊണ്ട് ഇരിക്കുന്നത് ആബാലവൃത്തം, എണ്ണിക്കൂടാൻ കഴിയാത്ത വലിയൊരു സംഖ്യ അതിന് മുൻപാകെ നിൽക്കുവാൻ ഇടയായി തീരും. എങ്ങനെ ഇരിക്കുന്നു? പുസ്തകങ്ങൾ തുറന്നു. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, അനേക പുസ്തകങ്ങൾ
ഹല്ലേലൂയ സ്വർഗത്തിലുണ്ട്. ജീവൻ്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അനേക പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും? തുറക്കുവാനിടയായിത്തീരും. ഇവിടെ ഇരിക്കുന്നത് ജീവപുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ ഹല്ലേലൂയ എഴുതിയിരിക്കും ഒത്തവണ്ണം മറിച്ച് അവരുടെ പ്രവൃത്തിക്ക് ന്യായവിധി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള ന്യായവിധി ദൈവ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒന്നും കൂടെ നമ്മളെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ വചനം വായിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളിൽ കൂടെ ഹല്ലേലൂയ പ്രസാദിപ്പാനിടയായി തീരും. നമ്മുടെ നിത്യത ദൈവത്തോടൊപ്പമായി തീരും. ഇല്ല എങ്കിൽ നമ്മൾ കൈവിട്ട് പോകുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ദിവസവും ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ലോകത്തിലെ ശാസ്ത്രങ്ങൾ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്രായത്തിൽ കാണാത്ത അനേക കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകം വെരി ഫാസ്റ്റായിട്ട് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ കാണുമ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അവർ വാതിക്കലായിരിക്കുകയാണ്. ഏത് സമയത്തും ഡോറിന് മുട്ടുന്ന ഹല്ലേലൂയ ശബ്ദം നമ്മൾ കേൾക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ മനസ്സിൽ വായിക്കുന്നത് ഹല്ലേലൂയ മധ്യാകാശം വന്നിരുന്നുകൊണ്ട് കാഹളങ്ങൾ നീട്ടി ഊതുവാനിടയായിത്തീരും. ഹല്ലേലൂയ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനിടയായിത്തീരും. ആ സമയത്ത് നമ്മൾ ആരും കൈവിട്ടു പോകുവാനിടയാകരുത്. അതുകൊണ്ട് ഒന്നും കൂടെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിക്കുവാൻ ഇടയായിത്തീരണം. വായിച്ച ഹല്ലേലൂയ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവസാനമായി നമ്മൾ വായിക്കുവാനിടയായിത്തീരുന്നത് നിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാകുന്നു. ഹല്ലേലൂയ. നിൻ്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ എത്ര വലിയവയാണ്. യുദ്ധം ചെയ്ത് ശക്തിയുള്ള രാജ്യങ്ങൾ ശക്തിയില്ലാത്ത രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ ഈ ലോകത്തിനിടയായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിനാൽ ശക്തി പുറപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നമ്മൾ വായിക്കുവാനിടയായിത്തീർന്ന 5-ാമത്തെ വാക്യത്തിൽ വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ, പുറകോട്ടും മുന്നോട്ടും ഇനി ചെയ്യുവാനുള്ള പ്രവൃത്തികൾ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നോക്കുവാനിടയായി തീരണം. എന്നറിയാമോ, മനുഷ്യപുത്രന്മാരുടെ പ്രവൃത്തികൾ അവന് വലിയ ദൈവമാണ്, ഭയങ്കരനായ കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരാൾക്ക് ചെയ്തു പോലല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തകാത സമയത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ വിശ്വസ്തയോടെ ദൈവകൃപയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് പോകുവാനിടയായി തീരണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നാണ് 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും ചെയ്യാത്ത പോലെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തതാണ് സമുദ്രത്തെ ഉണക്കുവാനിടയായി തീർന്നു. അവരെങ്ങനെ കാൽനടയായി ഹല്ലേലൂയ അപ്പുറത്ത് കടന്നു പോകുവാനിടയായി. ഒരു ജാതിക്കും ചെയ്യാത്തതുപോലെ ഇസ്രായേൽ ജാതിക്ക് ദൈവം ചെയ്യുവാനിടയായി ചേർന്ന അത്ഭുത പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാനിടയായി തീർന്നത്. അവരെങ്ങനെ കാൽനടയായി അപ്പുറത്ത് കടന്നുപോയി അവരത് സന്തോഷിപ്പാനിടയായി. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങളും നന്മകളും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. 8-ാമത്തെ വാക്യം നോക്കാം. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ, അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കുവീൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വായിക്കുന്നത് വംശങ്ങൾ, ഓരോ ഗോത്രങ്ങൾ, ഓരോ ഭാഷക്കാർ കടന്നു വന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തെ വാഴ്ത്തുവീൻ. ഞായറാഴ്ച കടന്നു വന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ വാഴ്ത്തുവാനുമാണ്. അടുത്ത് വായിക്കുന്നത് അവൻ്റെ സ്തുതി എങ്ങനെയാണ്? ആരും കേൾക്കാതെ പറയുവാനല്ല, ഉച്ചത്തിൽ, ലൗഡിൽ. എത്രയും ശബ്ദമുണ്ടോ, ഹല്ലേലൂയ എത്ര ആരോഗ്യമുണ്ടോ അത്ര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഇടയായി തീരണം. ഹല്ലേലൂയ. അത്ര അനുഗ്രഹവും ബലവും നമുക്ക് ദൈവം നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അന്ധകാര ശക്തിയിൽ വിട്ടുമാറുവാനിടയായി തീരും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല അന്ധകാര ശക്തിയിൽ നമ്മളെ മുറുകെ പിടിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ആരാധന ഉയരുമ്പോൾ, നമ്മുടെ ഹൃദയമാകുന്ന കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ അനേക അന്ധകാര ശക്തിയിൽ വിട്ടുമാറും. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന ദേശത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. പിശാച് യേശു കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാണുന്ന മുഴുവനും എൻ്റേതാണ്, നീ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്നൊക്കെയും നിനക്ക് തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. പിശാചിനറിയാം അല്പകാലം മാത്രമേ ഈ ലോകത്തിലുണ്ടെന്ന്. അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തി പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടുമാറുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ വാക്യം നോക്കാം. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുകയെന്നില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ ഇരിക്കുന്നറിയാമോ, നമ്മളെ ജീവനോട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? കാക്കുവാനിടയായി തീരും.
ഓരോ ദിവസവും ന്യൂസുകൾ നോക്കുമ്പോൾ നമ്മുടെ അത്രയും പ്രായമുള്ളവർ, അത്രയും പ്രായമില്ലാത്തവർ ഓരോ ദിവസം പെട്ടെന്ന് മൺമറയായി കടന്നു പോകുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കാലടികളെ വഴുതുവാൻ അവന്, നമ്മളൊരു നീതിമാനാണെങ്കിൽ ദുഷ്ടൻ നമ്മുടെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനേക കുഴികളും, ഹല്ലേലൂയ, അനേക കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതിൽ വീണ് വഴുതി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. തൻ്റെ ഭക്തനെ ദൈവം കാക്കുവാനിടയായി തീരും. അവന് കഷ്ടങ്ങളും അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും. എങ്കിലും അതിലൊക്കെയും ദൈവം എന്ത് അറിയാമോ, വിടുവിക്കുവാനിടയായി തീരും. ഇയ്യോബിൻ്റെ ജീവിതം അത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, ഇയ്യോബിനെ സകലത്തിലും ദൈവമായ കർത്താവ് കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് അവനെ അവൻ്റെ തലമുറ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. അതിൻ്റെ 10ാമത്തെ വാക്യം നോക്കാം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. വീണ്ടും പറയാണ്, ദൈവം നമ്മളെ പരിശോധിപ്പാനിടയായി തീരുന്നറിയാമോ, നല്ലത് വെളിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി, മറഞ്ഞിരിക്കുന്നത് വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പലതും പരിശോധിപ്പാനിടയായി തീരും. പോലീസുകാരൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. എന്തെങ്കിലും കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ പരിശോധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലത് ഉള്ളിൽ കിടപ്പുണ്ട്, അതിനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി, മഹത്വമായിട്ടുള്ളത്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ടുള്ളതിനെ വെളിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി പലപ്പോഴും ദൈവം എന്തറിയാമോ, നമ്മളെ പരിശോധിപ്പാനിടയായി തീരും. അല്ലെങ്കിൽ എങ്ങനെ അറിയാമോ, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ. ഹല്ലേലൂയ, വെറുതെ ഊതിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിനെ തീയിലൂടെ കടത്തിവിട്ട് അതിനെ ഊതിക്കഴിച്ച് അതിൽ നേരത്തെ ഉള്ളതിനേക്കാളും മാറ്റു വർദ്ധിക്കുവാൻ വേണ്ടി ഒരു തട്ടാൻ്റെ സ്വർണ്ണപ്പടിക്കാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിനെ ശുദ്ധീകരിച്ച് വെളിയിൽ കൊണ്ടുവന്നത് പോലെ പലപ്പോഴും പലവിധമാകുന്ന രോഗങ്ങളായിരിക്കാം, കഷ്ടങ്ങളായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, ഏതെങ്കിലും വിഷയത്തിലൂടെ നമ്മളെ കടത്തിവിട്ട് വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഊതിക്കഴിച്ച് നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് ദൈവത്തിന് പ്രയോജനമുള്ള അനുഗ്രഹമുള്ള ഓരോ പാത്രമാക്കി ദൈവം തീർക്കുവാനിടയായി തീരും. ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. അതിനുവേണ്ടി ദൈവം പല കഷ്ടങ്ങൾ കൂടെ പ്രയാസത്തിലൂടെ കടത്തിവിട്ട് ദൈവം നമ്മളെ ഉറപ്പുള്ളവനായി ധൈര്യമുള്ളവനാക്കി തീർക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 20ാമത്തെ വാക്യോടെ വായിക്കാം. Verse 20. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയെങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസാന സെക്രട്ടറിക്കാരൻ പറയുക എന്താണെന്നറിയാം, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയെങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാമോ, വാഴ്ത്തപ്പെട്ടവനാണ്. ഇന്ന് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് പറയുവാനുള്ളത്, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ നാളിൽ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. അനേക വിഷയങ്ങളുമായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചപ്പോൾ ചെറിയ പ്രാർത്ഥന മുതൽ വലിയ പ്രാർത്ഥന വരെയും ഒന്നും തള്ളിക്കളയാതെ, ഹല്ലേലൂയ, അത് മാത്രമല്ല എൻ്റെ ദയ അവങ്കിൽ നിന്ന് എടുത്തു കളയാതെ. പലപ്പോഴും ഞാനും നിങ്ങൾ ദയയില്ലാതെ പല കാര്യങ്ങളും പെരുമാറി കാണും, സംസാരിച്ച് കാണും, ഇടപെട്ട് കാണും. എന്നാൽ ദൈവത്തിൻ്റെ ദയ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഓരോ ദിവസം ദയ കാണിച്ച് ഇന്നിയോളം വഴി നടത്തുവാൻ ഇടയായി തീർന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 18ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയെങ്കിൽ യഹോവ അത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ അകൃത്യങ്ങൾ, പാപങ്ങൾ കരുതിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കഴിഞ്ഞ നാൾ ചെയ്ത തെറ്റുകൾ അല്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം ദൈവസ്ഥലിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ. ദൈവം വിശുദ്ധനായ ദൈവമായതുകൊണ്ട് ആ ദൈവസ്ഥനിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധിയോടെ വേർപാടോടെ ആരാധിച്ചെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന കൈക്കൊള്ളത്തുള്ളൂ. ഇല്ല എങ്കിൽ ആ പ്രെയർ മടങ്ങി വരത്തേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥനിലേക്ക് അത് പോകത്തില്ല. ഇവിടെ മാത്രം നിന്ന് കറങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അവസാനം നമ്മൾ വായിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. എന്നറിയാമോ, അകൃത്യം ഉള്ളിലില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ദയെങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. ആ ദൈവം വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ഈ ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ദൈവമായ കർത്താവ് ഒരിക്കൽ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തുടർന്നുള്ള സമയം